കേരളയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജ് സുകുമാരനും ബേസിൽ ജോസഫും ഒന്നിച്ചെത്തിയ പരസ്യ വീഡിയോ വൈറലാകുന്നു. ബേസിൽ ജോസഫ് പൃഥ്വിരാജിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതായാണ് പരസ്യ വീഡിയോയുടെ ഉള്ളടക്കം. ഈ വീഡിയോ ചർച്ചയാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ സീസണിൽ സൂപ്പർ ലീഗ് കേരളയുടെ ഒരു മത്സരത്തിന് ശേഷം നടന്ന സമ്മാനദാന ചടങ്ങിൽ പങ്കെടുത്ത പൃഥ്വിരാജിന് ഫുട്ബോൾ താരങ്ങൾ കൈകൊടുക്കുകയും അടുത്തുനിന്ന ബേസിൽ ജോസഫ് താരങ്ങൾക്ക് കൈകൊടുക്കാൻ ശ്രമിച്ചപ്പോൾ താരങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കാതെ കടന്നുപോകുകയും ചെയ്തത് സോഷ്യൽ മീഡിയയിൽ ചിരി പടർത്തിയിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ളവർ ഈ നിമിഷം ട്രോളി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വൈറലായി. കഴിഞ്ഞ സീസണുമായി ബന്ധപ്പെട്ട് ഇവർ രണ്ടുപേരും ഉൾപ്പെട്ട ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ വീഡിയോ ആയിരുന്നു അത്. കേരള ഫുട്ബോൾ അസോസിയേഷൻ, സ്കോർലൈൻ സ്പോർട്സ്, യൂണിഫൈഡ് ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവർ ചേർന്ന് സംഘടിപ്പിക്കുന്ന ലീഗ് മത്സരമാണ് സൂപ്പർ ലീഗ് കേരള. നിലവിലുള്ള 6 ടീമുകളുടെ ഉടമകളിൽ മലയാള സിനിമയിലെ പ്രമുഖരായ പൃഥ്വിരാജ് സുകുമാരൻ, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി തുടങ്ങിയവരും ഉൾപ്പെടുന്നു. ലോക സിനിമയിൽ ചാത്തനെയും ഒടിയനെയും ഒരുമിച്ച് കാണാൻ കാത്തിരിക്കുന്നവർക്ക് വമ്പൻ സർപ്രൈസുമായി അണിയറക്കാർ. ഇതാ ചാത്തനും ഒടിയനും ഒരുമിച്ചുള്ള രംഗമാണ് അണിയറക്കാർ റിലീസ് ചെയ്തത്. ലോക ചാപ്റ്റർ 2 ചവിട്ടുപടി കൂടിയാണ് ഈ വീഡിയോ. ടൊവിനോ അവതരിപ്പിക്കുന്ന ചാത്തന്റെ മൂത്ത സഹോദരനാകും ചാപ്റ്റർ 2 വില്ലനായി എത്തുക. ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും ടൊവിനോ തന്നെയാണ്. ലോക ചാപ്റ്റർ 1 സിനിമയുടെ അവസാനം ഈ കഥാപാത്രത്തെ കാണിക്കുന്നുമുണ്ട്. ചാപ്റ്റർ 2 ദുൽഖർ ചെയ്യുന്ന ഒടിയൻ കഥാപാത്രവും എത്തിയേക്കും എന്ന സൂചനയും ഈ പ്രോമോ വീഡിയോയിലുണ്ട്. ആദ്യ ഭാഗത്തേക്കാൾ വലിയ മുതൽ മുടക്കിലാകും രണ്ടാം ഭാഗം ഒരുങ്ങുക. 390 ചാത്തന്മാരെ ചുറ്റിപ്പറ്റിയുള്ള സിനിമയാകും ലോക ചാപ്റ്റർ 2. ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന മറ്റൊരു ഇന്ത്യ-പാകിസ്ഥാൻ കലാശപ്പോര് കൂടി. 18 ദിവസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ന് ഇരു ടീമും കൊമ്പുകോർക്കും. രാത്രി 8-ന് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. തോൽവി അറിയാതെയാണ് ഇന്ത്യ ഫൈനലിൽ എത്തിയത്. സൂപ്പർ 4-ലെ അവസാന മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ സൂപ്പർ ഓവറിലാണ് ഇന്ത്യ വിജയം നേടിയത്. അതേസമയം ഇത്തവണത്തെ ടൂർണമെന്റിൽ ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ 4-ലും ഇന്ത്യയും പാകിസ്ഥാനും 2 തവണ ഏറ്റുമുട്ടിയപ്പോഴും വിജയം ഇന്ത്യക്കൊപ്പമായിരുന്നു. ഏഷ്യ കപ്പിന്റെ 41 വർഷത്തെ ചരിത്രത്തിനിടെ ആദ്യമായാണ് ഇന്ത്യ-പാകിസ്ഥാൻ ഫൈനൽ പോരാട്ടം. 9 തവണ ഏഷ്യ കപ്പ് കിരീടം നേടിയപ്പോൾ പാകിസ്ഥാൻ 2 തവണ സ്വന്തമാക്കി. ഇത്തവണത്തെ ടൂർണമെന്റിൽ ഇന്ത്യ ആധിപത്യം പുലർത്തുമ്പോഴും മേജർ ക്രിക്കറ്റ് ടൂർണമെന്റുകളുടെ ഫൈനലിൽ ഇന്ത്യക്കെതിരെയുള്ള നേരിയ മുൻതൂക്കം പാകിസ്ഥാന് പ്രതീക്ഷ നൽകിയേക്കും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസിക്ക് തുടർച്ചയായ 2ാം തോൽവി. ബ്രൈറ്റൺ 1-നെതിരെ 3 ഗോളുകൾക്ക് ചെൽസിയെ തോൽപ്പിച്ചു. 3-ൽ 2 ഗോളുകളും ഇഞ്ചുറി ടൈമിലാണ് ബ്രൈറ്റൺ നേടിയത്. മത്സരത്തിൽ ആദ്യം മുന്നിലെത്തിയ ശേഷമാണ് ചെൽസിയുടെ തോൽവി. 24-ാം മിനിറ്റിൽ എൽസോ ഫെർണാണ്ടസ് ആണ് ചെൽസിക്കായി ഗോൾ നേടി വിജയ പ്രതീക്ഷ നൽകിയത്. ആദ്യ പകുതി ഈ ഗോൾ ലീഡുമായി ചെൽസി മുന്നിട്ട് നിന്നു. എന്നാൽ 2ാം പകുതിയിൽ ബ്രൈറ്റണിന്റെ തിരിച്ചുവരവാണ് മത്സരത്തിൽ കണ്ടത്. 77-ാം മിനിറ്റിൽ ഡാനി വെൽബക്ക് ബ്രൈറ്റണിന് സമനില ഗോൾ നേടി. ഇഞ്ചുറി ടൈമിൽ മാക്സിം ഡി ക്യൂപ്പറ്റും ബെൽബക്കും വീണ്ടും ഗോൾ നേടിയതോടെ ബ്രൈറ്റൺ വിജയം സ്വന്തമാക്കുകയായിരുന്നു. മത്സരത്തിൽ 6 മത്സരങ്ങളിൽ 8 പോയിന്റുമായി 8ാമതാണ് ചെൽസി. ഇത്ര തന്നെ പോയിന്റുള്ള ബ്രൈറ്റൺ 10ാമതാണ്. മറ്റൊരു മത്സരത്തിൽ ടോട്ടൻഹാം വോൾസ് സമനിലയിൽ പിരിഞ്ഞു. മത്സരത്തിൽ ഇരു ടീമും ഓരോ ഗോൾ വീതം കണ്ടെത്തി. വോൾസിനായി സാന്റിയാഗോ ബ്യൂണോയും ടോട്ടൻഹാമിനായി ജാവോ പൽഹീഞ്ഞയുമാണ് ഗോൾ നേടിയത്.